മാന്നാറിൽ യുവതി കൊല്ലപ്പെട്ടത് 2009 ഡിസംബറിലെന്ന അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വിദേശത്തായിരുന്ന അനിൽകുമാർ നാട്ടിലെത്തി 5 ദിവസത്തിനുള്ളിൽ കല കൊല്ലപ്പെട്ടെന്നാണ് സാക്ഷിമൊഴി. കലയുമായി ബന്ധമുണ്ടായിരുന്ന ആലപ്പുഴ കുട്ടമ്പേരൂർ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു. കൃത്യത്തിൽ അനിൽകുമാർ ഉൾപ്പെടെ 4 പേർക്ക് പങ്കെന്നും റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഡിസംബർ ആദ്യാഴ്ച രാത്രി തട്ടാരമ്പലത്തിനും മാന്നാറിനും ഇടയ്ക്കുള്ള വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കല കൊല്ലപ്പെട്ടതെന്ന് നിഗമനം. ഭർത്തൃവീട്ടിൽ നിന്ന് പോയ കല എറണാകുളത്ത് ജോലി ചെയ്യുകയായിരുന്നു. 1.5 മാസത്തിനു ശേഷം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ അനിൽകുമാർ കലയെ എറണാകുളത്ത് പോയി കാണുകയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. യാത്രാമധ്യേ കൊലപാതകം. കലയ്ക്ക് കുട്ടമ്പേരൂർ സ്വദേശിയുമായുണ്ടായിരുന്ന ബന്ധമാണ് പ്രകോപനമായത്. അനിൽകുമാർ വിദേശത്തായിരുന്ന സമയത്ത് കലയുമായുള്ള ബന്ധം ചോദ്യം ചെയ്ത് കുട്ടമ്പേരൂർ സ്വദേശിയെ കേസിലെ 4ാം പ്രതിയും അനിൽകുമാറിന്റെ സഹോദരനുമായ പ്രദീപ് മർദ്ദിച്ചിരുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് അനിൽകുമാറിനെ പ്രദീപ് അറിയിക്കുകയും ചെയ്തു. കുട്ടമ്പേരൂർ സ്വദേശിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കേസിലെ മറ്റു പ്രതികളായ ജിനു, സോമൻ, പ്രമോദ് എന്നിവർ കലയുടെ മൃതദേഹം കാണുന്നത് മാന്നാർ ആയിക്കര ജംഗ്ഷനിൽ വെച്ചാണ്. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ തന്നോട് പറഞ്ഞെന്നും മൃതദേഹം കണ്ടെന്നും മുഖ്യസാക്ഷിയും പരാതിക്കാരനുമായ സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൃതദേഹം മറവു ചെയ്യാനുൾപ്പെടെ അനിൽകുമാറിനെ സഹായിച്ചെന്ന് അറസ്റ്റിലായ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് മാരുതി കാറിലാണെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2ാം പ്രതി ജിനു കൊലപാതകം നടന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കഴുത്തു ഞെരിച്ചാണ് കൊലപാതകമെന്ന് നിഗമനമെങ്കിലും ആയുധം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയവും റിപ്പോർട്ടിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ പ്രതികളെ ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി 6 ദിവസത്തേക്ക് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഒരു സെപ്റ്റി ടാങ്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ അവരെ തുറക്കുന്നു. അവിടെ ഈ ബോഡി അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ എല്ലാം വലിയ പരിശോധന നടത്തുന്നു. എല്ലാം പകൽ പോലെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അവിടെ ഒരു മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ആരുടെയെങ്കിലും ഒരു ബോഡി അടക്കം ചെയ്തതായി തെളിയിക്കപ്പെടുന്നതായ ഒരു കാര്യം പോലും അവിടെ നിന്നും പോലീസിന് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അനിൽകുമാറിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അനിലിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി, ആധാർ കാർഡ് ഉൾപ്പെടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ കണ്ടെത്തി. 24 ആലപ്പുഴ.